സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകളെല്ലാം തന്നെ വീഡിയോയുടെ താഴെ കൃത്യമായി രേഖപ്പെടുത്താൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇന്നത്തെ ഹൈലൈറ്റ്സ് ഒത്തിരിയൊന്നുമില്ല, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഗ്രീൻ എൻഡിങ് ആണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടിയത്. ഒരു റിക്കവറി എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഹെവി ആയിട്ടുള്ള ഒരു ഹെവി ഗ്രീൻ ക്യാൻഡിലാണ് ഇന്ന് മാർക്കറ്റ് ഫോം ചെയ്തത്. എല്ലാ ഇൻഡെക്സുകളിലും ഇത് ഉണ്ടായിട്ടുണ്ട്. ദെൻ ഐനോക്സ് വിൻഡ്, അവർക്ക് 210 മെഗാവാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. NTPC ഗ്രീൻ എനർജി, അതേപോലെ തന്നെ ഇൻഡസ് ടവേഴ്സുമായിട്ടൊരു കരാറിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കരാർ. ഇൻഫോസിസിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു IT സ്റ്റോക്കായിട്ട് ഇൻഫോസിസ് മാറി എന്ന് പറയുന്നു. അതേസമയത്ത് വാല്യുവേഷനും മറ്റു കാര്യങ്ങളും വളരെ നീറ്റാണ്. ഡിവിഡൻഡ് ഈൽഡ് പോലും വളരെ നല്ലതാണ് എന്നും ഇവർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള പ്രധാനപ്പെട്ട ന്യൂസായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഡോ ജോൺസ് 22 പോയിൻറ്റ്സ് ഗ്രീനിലാണ്, S&P 500 11 പോയിൻറ്റ് റെഡിലാണ്, നെസ്ഡാക്ക് 81 പോയിൻറ്റ് റെഡിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 22,120 9 പോയിൻറ്റ് ഗ്രീനിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജപ്പാൻ്റെ നിക്കി ആണെങ്കിൽ 1011 പോയിൻറ്റ് റെഡിലാണ്. അതേപോലെ ചൈനയുടെ ഹാങ്സങ് 161 പോയിൻറ്റ് റെഡിലാണ് ഇപ്പോൾ ട്രേഡിംഗ് ചെയ്യുന്നത്. ജപ്പാൻ്റെ സാധാരണ ഉണ്ടാവുന്നതാണ് ഇത്രയും വലിയ ഹെവി മൂവ്മെൻറ്റ് ജപ്പാൻ ഇൻഡെക്സിൽ ഉണ്ടാവാറുണ്ട്. സോ അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 133 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 402 പോയിൻറ്റ്, അഥവാ 1.84% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,862 നിന്ന് 285 പോയിൻറ്റ് ലാഭത്തിൽ 22,147 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റിയിലുള്ള 50 സ്റ്റോക്കുകളിൽ 38 ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 10 നഷ്ടത്തിലും 2 ഒരു ബ്രേക്ക് ഈവനിലും ആയിട്ട് അവസാനിച്ചു. ബജാജ് ഫിനാൻസ്, എം&എം, HDFC ബാങ്ക്, മാരുതി ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ മുകളിലോട്ട് വലിച്ചുയർത്തിയപ്പോൾ ബജാജ് ഓട്ടോ, ഡിവിസ് ലാബ്, നെസ്ലെ ഇന്ത്യ, HCL ടെക് ഈ കമ്പനികൾ പ്രധാനമായിട്ട് നിഫ്റ്റിയെ താഴോട്ട് വലിക്കാൻ ശ്രമിക്കുകയുണ്ടായി. നിഫ്റ്റിയുടെ ഈ ഒരു ആഴ്ചത്തെ പെർഫോമൻസ്, 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 431 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ഈ മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ 308 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 4.5% വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 13.46 ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ നോർമൽ CPR ആണ്, അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഇൻഡെക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 46,745 ഓപ്പണായിട്ട് 829 പോയിൻറ്റ് ലാഭത്തിൽ 47,574 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 20,759 ഓപ്പണായിട്ട് 414 പോയിൻറ്റ് ലാഭത്തിൽ 21,173 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 72,000 ഓപ്പണായി 1088 പോയിൻറ്റ് ലാഭത്തിൽ 73,088 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 10,666 ഓപ്പണായി 8 പോയിൻറ്റ് ലാഭത്തിൽ 10,668 ക്ലോസ് ചെയ്തു. എന്തായാലും എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് പോയിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ള $81.99 ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. ഗോൾഡ് റേറ്റ് ആണെങ്കിൽ $2,378. USD/INR റേറ്റ് ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 83.47 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത മോർണിംഗ് സെഷനിൽ അത് അവതരിപ്പിക്കാം. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസസ്, പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മെറ്റൽ, FMCG, നിഫ്റ്റി ഓട്ടോ ഇത്രയും സെക്ടറുകൾ നല്ല രീതിയിൽ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് ബീസ്, നിഫ്റ്റി ബീസ്, ഗോൾഡ് ബീസ് ഇത് 3 ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ള. IT ബീസ്, ഫാർമ ബീസ്, ഓട്ടോ ബീസ് ഇതെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് ഇന്ന് 3.15% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ICIC പ്രൂലി 2.74% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. ബജാജ് ഫിനാൻസ്, എം&എം, HDFC ബാങ്ക്, മാരുതി, JSW സ്റ്റീൽ, ജിന്ദാൽ സ്റ്റീൽ, UPL, ഭാരതി എയർടെൽ, ഗ്രാസിം, വിപ്രോ, പെർസിസ്റ്റന്റ്, IEX ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ICIC പ്രൂലി, കുമിൻസ് ഇന്ത്യ, എംഫസിസ്, ബജാജ് ഓട്ടോ, ഓറോ ഫാർമ, TVS മോട്ടോർ, ആസ്ട്രൽ, HDFC AMC, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ജൂബിലന്റ് ഫുഡ്, ഡിവിസ് ലാബ്, നെസ്ലെ ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 990 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1216 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.96 ആണ് വന്നിരിക്കുന്നത്. ഇതൊരു ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 22,147 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 21 പോയിന്റ് താഴെയായിട്ട് 22,126
ഇരുപത്തിയാറിലാണ് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 22,500 75 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 22,000 89 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലേഴ്സ്, നിഫ്റ്റി സെല്ലേഴ്സ്, എനിക്ക് തോന്നുന്നു മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1 ആണ് വന്നിരിക്കുന്നത്. ഇതൊരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 47,574 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 59 പോയിന്റ് മുകളിലായിട്ട് 47,633 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 48,000 ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത്. 33 ലക്ഷം കോളാണ് 48,000 റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 47,000 29 ലക്ഷം പുട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോകും എന്നാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. ദെൻ ഇന്നത്തെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് നാളെ വരാനുള്ള ശനിയാഴ്ച വരാനുള്ളത്. HDFC ബാങ്ക്, അലോക് ഇൻഡസ്ട്രീസ്, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി, ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമേഴ്സ്, ഇന്റർനാഷണൽ ട്രാവൽ ഹൗസ്, PVB ഇൻഫ്ര, ഇൻ ബാങ്ക് ഹൗസിംഗ്, ഇത്രയും സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. നാളെ തിങ്കളാഴ്ചത്തേക്കുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. സോ അത് തിങ്കളാഴ്ച രാവിലത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഞങ്ങളുടെ ട്രേഡ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ 76,000 രൂപയുടെ പ്രോഫിറ്റാണ് എടുത്തതെങ്കിൽ ഇന്ന് 51,000 രൂപയുടെ പ്രോഫിറ്റാണ്. 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 32 ട്രേഡിൽ നിന്ന് 1:4.71 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 8.57% അഥവാ 51,425 രൂപയുടെ പ്രോഫിറ്റാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ 8.6% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് വീക്കാണ്, 2.5% വന്നിട്ടുള്ളൂ. ഫിൻ നിഫ്റ്റിയിൽ 10% വന്നിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ. 420 രൂപയുടെ ഒരു പ്രോഫിറ്റ് മാത്രമേ അതിൽ കിട്ടിയിട്ടുള്ളൂ. സെൻസെക്സിൽ 21% കിട്ടിയിട്ടുണ്ട്. ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ 7.8% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 32.76% പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ഇൻഡെക്സുകളും ബ്രേക്ക് ഈവനായി നിൽക്കുന്നുണ്ട്. നിഫ്റ്റിയിൽ 41% ഉണ്ട്. ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ക്രോസ് ചെയ്തതേ ഉള്ളൂ, ആ ലോസ് റിക്കവർ ആയിരുന്നേ ഉള്ളൂ. ഫിൻ നിഫ്റ്റി 7.5% ഉണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 38% ഉണ്ട്. സെൻസെക്സിൽ 75% ഉണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 32% ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ഒരല്പം വീക്കായിട്ട് നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ തിരിച്ചു കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി നമുക്ക് ഇന്നത്തെ റാസ് ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെ പോകും എന്നാണ്, പക്ഷേ മാർക്കറ്റ് പോയത് ഇങ്ങനെയാണ്. താഴെ ഓപ്പണായിട്ട് മുകളിലോട്ട് വന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ താഴോട്ട് പോകും എന്നാണ്, പക്ഷേ അത് ഉണ്ടായില്ല. എന്തായാലും റാസ് ലെവൽസിൻ്റെ ഇമ്പോർട്ടൻസ് ഒത്തിരി പേര് എന്നോട് പറഞ്ഞു. കുറേ പേര് എന്നോട് ചോദിച്ചു എന്തൊരു തള്ളായിരുന്നു ചേട്ടാ എന്നൊക്കെ വാട്സപ്പിൽ സ്നേഹത്തോടെ ചോദിക്കുന്നവരുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. കാരണം താഴോട്ട് പോകുമെന്ന് പറഞ്ഞ മാർക്കറ്റ് ക്ലിയർലി മുകളിലോട്ട് പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്. അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ പിന്നെ വാചകടിച്ച് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. താഴോട്ട് പോകുമെന്ന് പറഞ്ഞാൽ താഴോട്ട് പോയിട്ടില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോയി. പക്ഷേ ഞാൻ തന്ന ലെവൽസ് നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് കൃത്യമായിട്ട് ഇവിടെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഇന്നത്തെ ഡേ ലോ വരും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡേ ലോ വന്നിട്ടുണ്ട്. ഡേ ഹൈ വരും എന്ന് പറഞ്ഞതിനേക്കാൾ മുകളിലോട്ട് റാസ് ലെവൽസ് ഉണ്ട്. അതുകൊണ്ട് R2 വരെയും മാർക്കറ്റ് പോയിട്ടുണ്ട്. അത് വളരെ ആക്യുറേറ്റ്. എവിടെയാണ് റിജക്ഷൻ വന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഇത് കണ്ടു കഴിഞ്ഞാൽ. സോ മാർക്കറ്റിൻ്റെ പ്രിഡിക്ഷൻ തെറ്റായിരുന്നു, മാർക്കറ്റിൻ്റെ ലെവൽസ് കറക്റ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ദെൻ പ്രിഡിക്ഷൻ എന്നുള്ളത് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റിൽ ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ആ ടെക്നിക്കലിൽ ലഭിക്കുന്ന സൂചനകൾക്കനുസരിച്ചാണ് ഈ പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ന്യൂസിൻ്റെ ബേസിൽ മാർക്കറ്റ് അതിൻ്റെ വഴിക്കും കയറിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോവും. അത് തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഞാൻ എല്ലാ പ്രിഡിക്ഷൻ പറയുന്നതിന് മുൻപേ തന്നെ ഞാൻ പറയാറുണ്ട്, മാർക്കറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ കൂടെ പോകണം. ഞാൻ പറഞ്ഞു എന്ന് കരുതി നോക്കിയിരിക്കരുത് എന്നുള്ളത്. എന്തായാലും നിഫ്റ്റിയുടെ ഓവറോൾ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ മാസത്തെ ബ്രേക്ക് സപ്പോർട്ട് 1 പോയിട്ടാണ്. മന്ത്ലി റാസ് ലെവൽസ് സപ്പോർട്ട് 1 പോയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഇന്ന് തിരിച്ച് പൊങ്ങിയിരിക്കുകയാണ്. നോ ട്രേഡ് സോണിൻ്റെ അകത്താണ്. മന്ത്ലി ലെവലിൽ നോ ട്രേഡ് സോണിൻ്റെ അകത്താണ് ഇന്നത്തെ ക്ലോസിങ്. സോ ഇനി 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ താഴോട്ട് ഇവിടുന്ന് പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ടും പോകാം. രണ്ടും ഇവിടെ പോസിബിലിറ്റി ഉണ്ട്. സോ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാം എങ്ങോട്ടാണ് പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല. സെൻസെക്സ് അതേ രീതിയിലാണ്. നോ ട്രേഡ് സോണിനെ കട്ട് ചെയ്ത് താഴെയാണ് ഇന്ന് ഓപ്പൺ ആയത്. അവിടുന്ന് മുകളിലോട്ട് വന്നിട്ട് നോ ട്രേഡ് സോണിൻ്റെ അകത്താണ് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ ഇവിടെ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ്. CPRൽ പോയി സപ്പോർട്ട് എടുത്ത് തിരിച്ച് നോ ട്രേഡ് സോണിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് എടുത്ത് ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് തരുമോ അല്ല ഫർദർ ഫോൾ ഉണ്ടാകുമോ എന്നൊക്കെ വരും ദിവസങ്ങൾ നമുക്കറിയാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും വലിയ ഗ്രീൻ ക്യാൻഡിൽ, അതായത് സെൻസെക്സിൽ 1000 പോയിൻ്റൊക്കെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നോ ട്രേഡ് സോണിൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിട്ടുള്ളത്. ഇനി അപ്പ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് പോകണം.
അതല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് പോകണം. അത് വരും ദിവസങ്ങളിലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ നമുക്ക് തന്നിട്ട് ഒരു കൺഫ്യൂഷനിൽ നിർത്തിയിരിക്കുകയാണ്. വീക്കെൻഡിൽ നോർമലി അങ്ങനെ തന്നെ ഉണ്ടാവാറ്. അതേസമയത്ത് ഫിൻ നിഫ്റ്റിയിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. നോർമലി ഇത് വരേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെ വലിയൊരു ക്യാൻഡിലാണ് വരേണ്ടത്. അത് ചിലപ്പോൾ എന്താ പറയുക, അടുത്തൊരു ക്യാൻഡിൽ ഇവിടെ വന്നിട്ട്, അടുത്തൊരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒരു വലിയ ക്യാൻഡിൽ ഇങ്ങനെയും വരാറുണ്ട്. നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇനി അതല്ല അപ്പ് മൂവ്മെൻറ്റിനാണ് സാധ്യതയെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് മുകളിലോട്ട് തന്നെ കയറിപ്പോവും. ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ 18-ാം തീയതി പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്ന 986 പേരാണ്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. 1K എത്തിയില്ല, എന്നാൽ അതിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ട് 42 കമൻറ്റുകളിൽ ഫിറോസ് ഭായ് ഒരു സംശയം വേണ്ട, നിങ്ങളുടെ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എന്ന രീതിയിൽ വിമർശനവും പ്രതീക്ഷിക്കാം, വിച്ച് ലീഡ്സ് മോർ ആക്യുറേറ്റ് ഇൻ അഹെഡ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫിറോസ് ഭായ്. തീർച്ചയായിട്ടും ഇങ്ങനെ എന്ത് തന്നെ ഇത് വീഡിയോസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പോളിഷ് ചെയ്തെടുക്കുന്നതിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും ആക്സെപ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇനിയും കമൻറ്റുകൾ ചെയ്യണം, നിർദ്ദേശങ്ങൾ തരണം. തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. കിഷോർ കുമാർ, എക്സലൻറ്റ് അനാലിസിസ് ഓഫ് യുവർ സ്റ്റോക്ക് ആൻഡ് എക്സലൻറ്റ് പ്രസൻറ്റേഷൻ ആൻഡ് ഡിഫിക്കൽട്ട് എഫേർട്സ്. താങ്ക്സ് സർ, താങ്ക് യു വെരി മച്ച് ബ്രദർ. കെട്ടിരിക്കാം കഥ. ആദ്യം തന്നെ ഹൈ വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞതിന് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. സ്പൈക്കിൽ ഞാൻ കൃത്യമായി മാർക്കറ്റിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ വലിയ ലാഭം എടുക്കാൻ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1.5 ടൈംസ് എടുക്കാൻ സാധിച്ചു. വരുന്ന ദിവസങ്ങളിൽ വലിയ പരിക്കുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം എന്ന പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം ഈ ഞാനും. താങ്ക് യു വെരി മച്ച്. ഇദ്ദേഹത്തിൻ്റെ പേര് അക്ബർ സർ. രാജി സായു, helpful sir, thank you very much madam. And future enviro trading ഓക്കെ, എന്തായാലും അത് യൂട്യൂബിൽ ചിലപ്പോൾ അവരുടെ ചാനലിൻ്റെ പേരായിരിക്കും. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, നോ പ്രോബ്ലം. രതീഷ് ആർ, താങ്ക് യു വെരി മച്ച്. മിയാഷ് മാടപ്പൻ, താങ്ക് യു വെരി മച്ച്. ഷാജി മാളിയലേൽ, താങ്ക് യു വെരി മച്ച്. ട്രാവലർ മലയാളം, താങ്ക് യു വെരി മച്ച്. റിജു ആൻ്റണി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്ത്യ വിക്സ് ഒന്ന് പറഞ്ഞുതരും. ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വൊളാറ്റിലിറ്റിയുടെ ഒരു തോതാണത്. അപ്പം വൊളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിൽ, മുകളിലോട്ടും താഴോട്ടുള്ള പ്രൈസിൽ വരുന്ന വ്യത്യാസം. ഒരു ദിവസത്തിൽ ഇപ്പം ഒരു ഇന്ത്യ വിക്സ് 21,000 നിന്ന് ഒരു 21,000 തന്നെ ഒരു 10 പോയിന്റ് അപ്പ് ഡൗൺ പോവുകയാണെങ്കിൽ അവിടെ വൊളാറ്റിലിറ്റി കുറവാണ് എന്ന് നമ്മൾ പറയും. അതേസമയത്ത് 20,900 മുതൽ 21,200 വരെയൊക്കെ മാർക്കറ്റ് അപ്പ് ഡൗൺ ഇങ്ങനെ സ്വിങ് പോയിക്കൊണ്ടിരിക്കുന്ന ഹൈ വൊളാറ്റൈൽ എന്ന് പറയില്ലേ. അപ്പോൾ അതാണ് ഇന്ത്യ വിക്സ്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ആണ് ഇന്ത്യ വിക്സ്. ഇന്ത്യ വിക്സ് കൂടുന്തോറും നമുക്ക് ട്രേഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു 100 രൂപയിലുള്ള ഒരു ഓപ്ഷൻ്റെ പ്രീമിയം പെട്ടെന്ന് 150 രൂപയിലേക്കും 50 രൂപയിലേക്കൊക്കെ ചാടി പിടിച്ച് പോകുന്ന കാണാം. ഒന്നും ചെയ്യാൻ സമയം തരില്ല. വളരെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് വരിക. അതേപോലെ മാർക്കറ്റിൽ ഒരു വൺ സൈഡ് സ്ട്രൈറ്റ് മൂവ് വരുമ്പോഴും ഈ വിക്സ് കൂടുകയും കുറേയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അത് ചില സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് മാർക്കറ്റിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേഷൻ വരുന്നതെന്നനുസരിച്ചുള്ളതിനാണ് സംഭവിക്കുക. എന്തായാലും മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ആണ് ഇന്ത്യ വിക്സ്. അജേഷ് കുമാർ, താങ്ക് യു വെരി മച്ച്. വിജയകുമാർ തെറ്റിക്കാടിൽ, താങ്ക് യു വെരി മച്ച്. ഷാജൻ പി, താങ്ക് യു വെരി മച്ച്. അംസു നാലകത്ത്, താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ്. ലാഭം കിട്ടിയ ലാസ്റ്റ് സി എടുത്തു പെട്ടുപോയി. നോ പ്രോബ്ലം, അടുത്ത ട്രേഡിൽ ശരിയാവും. ബൈജു പി, എനിക്കത് വായിക്കാൻ പറ്റുന്നില്ല. പീലിപ്പാടൻ ആണെന്നും തോന്നുന്നു. ഓക്കെ, നാരോ CPR ആണ് ഇന്ന് അപ്പാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് 22,150 PE 10 വിട്ടു. ഓക്കെ, അത് ശരി. അതിനുശേഷം അതിൻ്റെ പ്രൈസ് കൂടിപ്പോയി എന്നല്ലേ. ഓക്കെ, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് പ്രോഫിറ്റ് ആകാം. എന്തായാലും വിട്ട് കളഞ്ഞതിൻ്റെ പുറകെ ചാടി പിടിക്കാത്തത് നന്നായി. കുഴപ്പമില്ല, റെഡിയാവും. ദെൻ ടെക് ഹാക്ക്, ഒരു മിന്നൽ മാത്രമേ കണ്ടുള്ളൂ, പക്ഷെ ഒരു മാസം ഉണ്ടാക്കിയ ലോസ് കവർ ചെയ്തു. 20K പ്രോഫിറ്റ്. മിന്നലേ ഇതിലെ ഒരു തീർച്ചയായിട്ടും മിന്നൽ ഇന്നും ഉണ്ടായിരുന്നു. ഇന്നും നല്ല രീതിയിലൊരു മിന്നൽ വന്നതിൽ നല്ല പ്രോഫിറ്റ്, അതായത് 10 ടൈംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ദൈർഘ്യം കൂടി എന്ന് തോന്നുന്നവർക്ക് പ്ലേ ബാക്ക് വേഗത 1.25x അല്ലെങ്കിൽ 1.5x സ്പീഡിൽ കണ്ടാൽ പ്രശ്നം തീരും. പ്രശ്നം പരിഹരിക്കാം. ഞാൻ 1.2x കാണുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ. അതിനൊക്കെ ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. എനിക്ക് 8,500 ഇതാരാണ്? അൻവർ സാദാത്ത്, താങ്ക് യു വെരി മച്ച് അൻവർ. ആൻഡ്
PP റഹ്മാൻ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്രയോ നേരത്തെ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഈ ചാനൽ വേസ്റ്റ് ആണ്. വേസ്റ്റ് ആണോ വേസ്റ്റ് ആണോ? വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായത്, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്തത്. എന്തായാലും ആട്ടെ, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര നേരം. ഇത് ബ്രദർ, ഞാൻ ഇത് തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ നാളത്തെ മാർക്കറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്യുന്നത്, എനിക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഞാൻ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും സിസ്റ്റമാറ്റിക്കായിട്ട് മാർക്കറ്റിന് എൻട്രിയും എക്സിറ്റും പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഞാൻ ഈ ചെയ്യുന്ന അതേ പരിപാടി, അതായത് ന്യൂസ് മറ്റു കാര്യങ്ങളെല്ലാം നോക്കി കണ്ടുപിടിച്ച് അതെല്ലാം നോക്കി ഏതൊക്കെ സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു 100 പേര് എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും എന്നെ പോലെ തന്നെ. അപ്പം ഞാനിത് കണ്ട് വായിച്ചെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തന്നാൽ അവരുടെ ജോലി കുറേ, എന്നാലും അവരൊക്കെ റെഫർ ചെയ്യുന്നുണ്ടാവും ഓരോ കാര്യങ്ങളും, എങ്കിൽ കൂടി കുറേയൊക്കെ ഉപകാരപ്പെടുന്നുണ്ടാവില്ലേ. ഇത് അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഒരു പക്ഷേ എന്നേക്കാൾ മുമ്പേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അറിഞ്ഞത് നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നു, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയിലാണ്. ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ദർ ഈസ് സംതിങ് റോങ്, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മാറട്ടെ എന്ന് PP റഹ്മാനോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ചാനൽ വാച്ച് ചെയ്യുക, എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും പറയുക, ഒരു കുഴപ്പമില്ല. നിങ്ങൾ മാന്യമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചത്, കുഴപ്പമൊന്നുമില്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിൽ മാറട്ടെ എന്ന് ഞാൻ പറയുന്നു. ആൽക്കെമിസ്റ്റ്, താങ്ക് യു വെരി മച്ച്. അതേപോലെ ഇന്ന് രാവിലത്തെ വീഡിയോ പ്രീ മാർക്കറ്റ് സെഷൻ 619 പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. ഇതിൽ ഫിറോസ് ഭായ് താങ്ക് റഷീദ് ഖാ, ദിസ് വീഡിയോ ലെങ്ത് ഈസ് ഫെയർ. ഓക്കെ, നോ പ്രോബ്ലം ബ്രദർ. റിജു ആൻ്റണി, ഗുഡ് മോർണിംഗ്, താങ്ക്സ്. അംസു നാലകത്ത്, താങ്ക് യു വെരി മച്ച്. ഉമേഷ് അമ്പാടി, താങ്ക് യു വെരി മച്ച്. സതീശൻ ജി, ഗുഡ് മോർണിംഗ്, താങ്ക് യു വെരി മച്ച്. മിറാഷ് മുഹമ്മദ്, മിർഷാദ് മുഹമ്മദ്, താങ്ക് യു വെരി മച്ച്. സജിത് തമ്പുരു, താങ്ക് യു വെരി മച്ച്. ട്രാം ട്രാവലർ മലയാളം, താങ്ക് യു വെരി മച്ച്. VA ടെക് വേൾഡ്, താങ്ക് യു വെരി മച്ച്. ഷാജൻ P, താങ്ക് യു. ബാക്ക് ബെഞ്ചർ, താങ്ക് യു വെരി മച്ച്. സജിത് തമ്പുരു, താങ്ക് യു വെരി മച്ച്. എല്ലാവരോടൊപ്പം വലിയൊരു താങ്ക് യു പറയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.